കൊല്ലത്ത് ഓച്ചിറയിൽ ദേശീയപാത നിർമ്മാണത്തിനായി എടുത്ത കുഴിയിൽ വീണ് കെട്ടുകാളയുടെ ഉടൽ ശില്പിയായ അജിത്ത് മരിച്ചു. 1.5 മാസം മുമ്പ് എടുത്ത കുഴി മൂടാനോ ആവശ്യമായ മുന്നറിയിപ്പ് ബോർഡുകളോ വെളിച്ചമോ സ്ഥാപിക്കാനോ കരാർ കമ്പനി തയ്യാറാകാത്തതാണ് അപകടത്തിന് കാരണമായത്. ഓണാട്ടുകരയിലെ പ്രശസ്തമായ കെട്ടുകാളകളുടെ ശില്പിയായ അജിത്തിന്റെ അപ്രതീക്ഷിത മരണം നാടിനെ കണ്ണീരിലാഴ്ത്തി. സംഭവത്തിൽ സർക്കാർ അന്വേഷണം വേണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും ആവശ്യപ്പെട്ട് CR മഹേഷ് MLA മന്ത്രിക്കും കളക്ടർക്കും നിവേദനം നൽകി. കൊല്ലത്ത് മരുത്തടി ക്ഷേത്രോത്സവത്തിനിടെ 18 വയസ്സുകാരനായ ഹരികൃഷ്ണനെ ക്രൂരമായി മർദ്ദിച്ച കേസിൽ മുഖ്യപ്രതികൾ ഉൾപ്പെടെ 2 പേരെ കൂടി ശക്തികുളങ്ങര പോലീസ് അറസ്റ്റ് ചെയ്തു. 1-ാം പ്രതി വിമൽ രാജ്, 2-ാം പ്രതി സനൽകുമാർ എന്നിവരാണ് പിടിയിലായത്. ഇതോടെ കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം 4ആയി. 5-ാം പ്രതി ഷിബിനും പിടിയിലായതായി സൂചനയുണ്ട്. 4-6 പ്രതികൾക്കായി തിരച്ചിൽ തുടരുകയാണ്. ഇതിനിടെ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് കേസ് ദുർബലപ്പെടുത്താൻ ശ്രമം നടക്കുന്നതായി ആക്ഷേപമുണ്ട്. കൊല്ലം മൈനാഗപ്പള്ളി ആരോഗ്യ കേന്ദ്രത്തിൽ 12 ലക്ഷം രൂപ ചെലവാക്കി വാങ്ങിയ ഓട്ടോമാറ്റിക് ഹോർമോൺ അനലൈസർ യന്ത്രം 2 വർഷമായി പെട്ടി പോലും പൊട്ടിക്കാതെ നശിക്കുന്നു. ക്യാൻസർ പരിശോധനകൾ ഉൾപ്പെടെ മണിക്കൂറിൽ 180 ടെസ്റ്റുകൾ വരെ നടത്താൻ ശേഷിയുള്ള ഈ മെഷീൻ പ്രവർത്തിപ്പിക്കാത്തത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥ മൂലമാണെന്ന് പരാതിയുണ്ട്. സാധാരണക്കാർക്ക് ലഭിക്കേണ്ട സേവനം തടസ്സപ്പെടുത്തി സ്വകാര്യ ലാബുകളെ സഹായിക്കാനാണ് ഈ നീക്കമെന്ന് ആരോപണം ഉയരുന്നു. ഗതാഗതം തടസ്സപ്പെടും. ഇരവിപുരം മേൽപ്പാലത്തിന്റെ അവസാന ഘട്ട പണി നടക്കുന്നതിനാൽ 9 വരെ ഇതുവഴി ഗതാഗതം തടസ്സപ്പെടും. ഇന്നത്തെ കാലാവസ്ഥ. സംസ്ഥാനത്ത് ചില പ്രദേശങ്ങളിൽ മഴയ്ക്ക് സാധ്യത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് തടസ്സമില്ല. ഇന്ന് വൈദ്യുതി മുടങ്ങും. പള്ളിമുക്ക്, കടപ്പാക്കട എന്നിവിടങ്ങളിൽ ഇന്ന് വൈദ്യുതി മുടങ്ങും. പള്ളിമുക്ക് സെഷനിൽ ജ്ഞാനോദയം രാവിലെ 9 മുതൽ വൈകിട്ട് 5:30 വരെയും, കടപ്പാക്കട സെക്ഷനിൽ ഭാവന നഗർ, ഹോർമാൻ ട്വിൻ ടവർ 9 മുതൽ 5:30 വരെയും, ബാബുജി നഗർ, ചേക്കോട്, കാവടിപ്പുറം, ശബരി ഫ്ലാറ്റ്, SBIN 9:30 മുതൽ 12:30 വരെയും വൈദ്യുതി മുടങ്ങുമെന്ന് KCB അറിയിച്ചു.